الحمد نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا صدق الله. قال رسول الله صلى الله عليه وسلم العلماء ورثة الأنبياء يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وإلى أمة سيدنا ومولانا محمد شيخنا شمس الأولى مرى مكبرة കാണലു കരുണിസു അല്ലാഹനെ കാണലു കരുണിസു അല്ലാഹനെ ശൈഖുന ശംസുൽ ഉലമ മക്ബറ കാണലു കരുണിസു അല്ലാഹനെ കാണലു കരുണിസു അല്ലാഹനെ മക്ബറ ಬಳಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಲು ಭಾಗ್ಯವು ನೀಡು ಅಲ್ಲಾಹನೇ ಭಾಗ್ಯವು ನೀಡು ಅಲ್ಲಾಹನೇ ಶೈಖುನ ಶಂಸುಲ್ ಉಲಮ ಮಕ್ಬರ കാണലു കരുണിಸು അല്ലാഹನೇ കാണലു കരുണിಸു അല്ലാഹನೇ. ഏറ്റവും സ്നേഹാദരവ് നിറഞ്ഞ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ GK അബ്ദുള്ള ഹാജി സ്വാഗത ഭാഷണം നടത്തിയ KK അഷ്റഫ് ഫൈസി ഉസ്താദ്, അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സയ്യിദ് ഷാവുൽ ഹമീദ് ദാരിമി ഉസ്താദ് അവറുകൾ, പ്രിയപ്പെട്ട സുഹൃത്ത് KH അഷ്റഫ് ഫൈസി കിന്നിങ്കർ, പ്രിയപ്പെട്ട മാഹിൻ ദാരിമി ഉസ്താദ്, ജില്ലാ മുഷാവറ അംഗം അഭിവന്ദനായ ഫദ്ലു ദാരിമി ഉസ്താദ്, SKSF-ന്റെയും SYS-ന്റെയും കർമ്മോത്സുകരായ കിന്നിങ്കാർ ശാഖയുടെ പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്റർ എന്ന ചിരകാല അഭിലാഷം പൂവണിഞ്ഞ നമ്മുടെ ഈ കിന്നിങ്കാറിന്റെ മണ്ണിൽ പരിശുദ്ധമായ ദീനിന്റെ വഴിയിലൂടെ
നമ്മുടെ നാടിനെ മുന്നോട്ട് നയിക്കാൻ നേരത്തെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇബ്രാഹിം നാട്ടക്കല്ല് പറഞ്ഞതുപോലെ പാരത്രിക ലോകത്തേക്ക് ഉപകാരം ലഭിക്കുന്ന രീതിയിൽ ഒരു വലിയൊരു സൗധം ആധികാരിക പരമോന്നത പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയും ഈ നാടിന്റെ ഏറ്റവും വലിയ സന്തോഷവും ഉത്സവവും ഏറ്റവും വലിയ ആഹ്ലാദത്തിന്റെ സന്തോഷ സുദിനത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഇനിയൊരല്പസമയം കഴിഞ്ഞാൽ ഈ മജ്ലിസിൽ ഇഷ്ക് മജ്ലിസും കൂടി നടക്കുകയാണ്. എന്റെ കർത്തവ്യം ഈ പരിപാടി, ഈ അനുസ്മരണ സംഗമം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് കേരളത്തിൽ പിറവികൊണ്ടത്. കേരളത്തിൽ നിരവധി മുസ്ലിം സംഘടനകളുണ്ട്, മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി 99 വർഷങ്ങൾക്ക് മുമ്പ് ബിദഈ കക്ഷികളുടെ, പുത്തൻവാദികളുടെ ഒളി അജണ്ടകൾക്ക് എതിരായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 926 രൂപീകരിക്കുകയുണ്ടായി. അന്നത്തെ വലിയ പണ്ഡിതനും വലിയുമായിരുന്ന ദുആക്ക് ഇജാബത്തുണ്ടായിരുന്ന സയ്യിദ് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുപ്പാപ്പ അസ്ഥിവാരമിട്ട സ്ഥാപക പ്രസിഡന്റായി ആധികാരികമായ ഈ പണ്ഡിത സഭ ഉദയം കൊണ്ടത്. അന്ന് മഹാനുഭാവൻ പ്രാർത്ഥിച്ചത് നിരവധി സാദാത്യങ്ങളും ദുആക്ക് ഇജാബത്തുള്ള മഹത്തുക്കളായ സാത്വികന്മാരായ പണ്ഡിതന്മാരുടെ മുമ്പിൽ മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുപ്പാപ്പയുടെ പ്രാർത്ഥന, ഈ പതാക സമസ്തയുടെ പതാക ഇമാം മഹദിയിലേക്ക് നീ എത്തിക്കണമെന്നുള്ളതായിരുന്നു. അന്ന് ദുആക്ക് ഇജാബത്തുള്ള നിരവധി പണ്ഡിതന്മാരും സാദാത്യങ്ങളും ആമീൻ പറഞ്ഞ ആ വലിയ ഒരു സംഭവം ഈ ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. ആ ചരിത്രങ്ങൾ വായിച്ചതും നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ ആ വിവരം നമുക്ക് നൽകിയതും. 924-25 കാലഘട്ടങ്ങൾ വരെ മാലിക് ദിനാറിൽ നിന്ന് ഇസ്ലാമിന്റെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് താബിഈങ്ങൾ മുഖേന, മഖ്ദൂമീങ്ങൾ മുഖേന, നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ മുഖേന തലമുറകൾ കൈമാറിക്കൊണ്ട് ഇസ്ലാമിന്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും യാതൊരു വക്രതയും വള്ളിപുള്ളികൾക്ക് വ്യത്യാസങ്ങളില്ലാതെ ഒരു ഉമ്മ പെറ്റ മക്കളെപ്പോലെ മുസ്ലിം ആശയത്തിലും ആദർശത്തിലും ഒരേ കാഴ്ചപ്പാടുകളുമായി ജീവിതം. അന്ന് വരെ പെണ്ണുങ്ങൾ, സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടില്ല. അന്ന് വരെ നിസ്കാരങ്ങൾക്ക് ശേഷം ദുആ ഉണ്ടായിരുന്നു. മൗലീദുകളും മാലകളും നേർച്ചകളും ഔലിയാക്കന്മാരോടുള്ള വിശ്വാസങ്ങളും ആദരവുകളും തവസ്സുലും ഇസ്തിഗാസയും ഉണ്ടായിരുന്നു. അന്ന് വരെ ഒരു പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയ ആ കാലചക്രങ്ങൾ മുഴുവനും ഈ ഉമ്മത്തിന്റെ ഏറ്റവും ആത്മീയമായ വഴിയിലേക്കാണ് അവരെ നയിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിലാണ് വർഷങ്ങൾക്ക് ശേഷം ഐക്യസംഘം എന്ന പേരിൽ ബിദഈ കക്ഷികൾ, പുത്തൻവാദികൾ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനിനെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നുപോയപ്പോൾ ഈ ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിക്കാൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരിക പരമോന്നത പണ്ഡിത സഭ രൂപീകരിച്ചത് കേവലം ഒരു സംഘടനയല്ല,
മഹാനായ ശംസുൽ ഉലമ പറഞ്ഞത് പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ രൂപമാണ് സമസ്ത എന്നുള്ളത്. ഇത് സംഘടനയല്ല, ഇതൊരു മദ്രസയുണ്ടാകുമ്പോൾ ഇടച്ചുമരി വെച്ചുകൊണ്ട് വേറൊരു മദ്രസയുണ്ടാക്കാനുള്ളതല്ല. ശാന്തമായൊരു മഹല്ലുകളിൽ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് ആ പള്ളിയിൽ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കുന്നതിന് പകരം അതിന് പകരമായി വേറെ ഒരു പള്ളി അതിന്റെ മുമ്പിലോ ആ നാട്ടിലോ വേറെ ഒരു പള്ളികൾ നിർമ്മിച്ചുകൊണ്ട് അതല്ലെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ടി സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ളതല്ല ഈ പ്രസ്ഥാനം. ഇവിടെ മഹാന്മാർ ശുദ്ധമായ ഖുർആൻ പറയുകയാണ്, വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത്. ആരാണ് അല്ലാഹുവിലും അവന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യുന്നവർ ആരാണ്? അവരെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, അവരെ അല്ലാഹു അനുഗ്രഹിച്ചവരായ ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹിച്ചവരായ അംബിയാക്കന്മാര്, സിദ്ദീഖീങ്ങള്, ശുഹദാക്കന്മാര്, വസ്സാലിഹീൻ സജ്ജരിതന്മാരായ സ്വാലിഹീങ്ങളോടൊപ്പമാണ്. വഹസുന ഉലൈക റഫീഖാ, അവർ എത്ര നല്ല കൂട്ടുകാരാണ്, അവർ നല്ലവരാണ്, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരാണെന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറയുമ്പോൾ ഈ സജ്ജരിതന്മാരായ സ്വാലിഹീങ്ങളായ ആരിഫീങ്ങളായ നല്ലവരായ സൂക്ഷ്മജ്ഞാനികളായ ജീവിതത്തിൽ ഒരു കറാത്ത് പോലും ചെയ്യാത്ത നിരവധി കറാമത്തുകൾ കാണിച്ച അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാന്മാരായ സയ്യിദ് വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുപ്പാപ്പ, അതേപോലെ തന്നെ അങ്ങ് കടന്നു വന്നത് അങ്ങോട്ട് കടന്നു വരുന്ന വലിയ ശങ്കലയുണ്ടല്ലോ, ആ പണ്ഡിതന്മാരുടെ സാദാത്യങ്ങളുടെ നേതാക്കളുടെ പാരമ്പര്യമുണ്ടല്ലോ, പരമ്പരയുണ്ടല്ലോ. റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർകദഹു മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ നവ്വറല്ലാഹു മർകദഹു, അങ്ങനെ തുടങ്ങിയുള്ള മഹാന്മാരായ ആലിമീങ്ങളുണ്ടല്ലോ, അവരാണ് സമസ്തയെ നയിച്ചത്. ആ ഉലമാക്കളായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങള്, അങ്ങനെ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളടക്കമുള്ള സാത്വികന്മാരായ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച മഹാന്മാരായ സാദാത്യങ്ങളൊക്കെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് നേതൃരംഗത്ത് നമുക്ക് ദിശാബോധം നൽകി ഈ ഉമ്മത്തിനെ നേരായ മാർഗത്തിൽ നയിച്ച മഹാന്മാരായിരുന്നു. ആ മഹാന്മാരുടെ അനുസ്മരണവും കൂടിയാണ് ദിക്റുസ് സ്വാലിഹീന കഫാറാ. സ്വാലിഹീങ്ങളെ സ്മരിക്കല് പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. മഹാന്മാരെ സ്മരിക്കലുണ്ടല്ലോ, ശൈഖുനാ ശംസുൽ ഉലമയെ പോലെ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരെ സ്മരിക്കല് അത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലും മഹാന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ മുള്ളേരിയ മേഖല എന്ന് പറയുമ്പോൾ പാരമ്പര്യമായി വർഷങ്ങളായി ആണ്ടുനേർച്ച വളരെ വിപുലമായി നടത്തുന്ന നാടുകളാണ്, മേഖലയാണ്. ആ മഹാന്മാരോടുള്ള കുരുത്തവും പൊരുത്തവും കൊണ്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈമാൻ നൽകിയുള്ള മരണം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആ മഹാന്മാരോടൊപ്പം നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെയുള്ള മഹാന്മാരെ സ്മരിക്കൽ പാപങ്ങൾ പൊറുക്കുമെന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, അൽ ഉലമാഹു വറസത്തുൽ അംബിയാ, ആലിമീങ്ങള് പണ്ഡിതന്മാരെ അവർ
അവരെ അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ്, അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. എങ്ങനെയുള്ള പണ്ഡിതന്മാരാണെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞുവല്ലോ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയപ്പെടുന്നത് യഥാർത്ഥ പണ്ഡിതന്മാരാണെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞുവല്ലോ. അങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് അവർ. ദുനിയാവിന് വേണ്ടി ഓടിയവരല്ല, ദുനിയാവിന്റെ പ്രൗഢിക്ക് പിന്നിൽ പോയവരല്ല, സഞ്ചരിക്കുന്ന കൊട്ടാരങ്ങൾക്ക് പിന്നിൽ പോയവരല്ല, രാഷ്ട്രീയക്കാരന്റെ അടിമയായവരല്ല. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച മഹാന്മാരാണ് അവർ. ദീന് പറഞ്ഞവരാണ് അവർ, ആദർശം പറഞ്ഞവരാണ് അവർ, സുന്നത്ത് ജമാഅത്തിനെ പ്രചരിപ്പിച്ചവരാണ്. സുന്നത്ത് ജമാഅത്തിനെതിരെ എന്ത് വന്നാലും അതിശക്തമായി നേരിട്ട മഹാന്മാരാണ്. അത് തന്നെയാണ് സമസ്ത രൂപീകരിക്കാനുണ്ടായ കാരണം. ആരെയും പേടിച്ചുകൊണ്ടല്ല, അതല്ലെങ്കിൽ ആരെയും സ്വാധീനിക്കാൻ വേണ്ടിയല്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന ആശയ ആദർശത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാനും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തെ എതിർക്കുന്നവരെ എതിർക്കുവാനും രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമസ്ത എന്നുള്ളത്. അതിന്റെ ദീർഘകാല പ്രസിഡന്റ് ആയിരുന്നുവല്ലോ റഈസുൽ മുഹഖിഖീൻ. ജീവിതത്തിൽ ഒരു ഖറാത്ത് പോലും ചെയ്യാത്ത സാത്വികനായ മഹാനായിരുന്നുവല്ലോ കണ്ണിയത്ത് ഉസ്താദ്. പുതിയ തലമുറ മനസ്സിലാക്കണം, നമ്മള് അംഗമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തോട് നമ്മൾ കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട മറുപടിയാണ്. ഹൃദയത്തോട് നമ്മൾ കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട മറുപടിയാണ്. തന്റെ ശിഷ്യഗണങ്ങളായ പണ്ഡിതന്മാരോട് പറയുന്നു, ഞാൻ ഇന്നലെ ഇശായിൻ എന്റെ വീട്ടിനടുത്തുള്ള പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ ഇമാം ഓതിയ സൂറത്തുൽ സിൽസാല ആയിരുന്നു. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ആ സൂറത്തായിരുന്നു. അതിൽ അവസാനത്തെ ഒരു ആയത്ത് എന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. എനിക്ക് അത് മുതൽ ടെൻഷനാണ്, പ്രയാസമാണ്. ഏതാണ് മുഅ്മിനീങ്ങള്? ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന സൂറത്താണത്. ഇമാമിന്റെ പിന്നിൽ മഅമൂമായി നിൽക്കുമ്പോൾ നമ്മുടെ ഇമാമീങ്ങൾ ഓതുന്ന സൂറത്താണ്. നമ്മുടെ മനസ്സിന് മാറ്റം വന്നിട്ടില്ല, നമുക്കതിലൊരു ചിന്ത വന്നിട്ടില്ല. എന്നാൽ കേൾക്കണോ, കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു കൊടുത്തത്, ഒരാൾ ഏതെങ്കിലും തന്റെ ജീവിതത്തിൽ ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ, അണുമണി തൂക്കം ഒരാൾ തിന്മ ചെയ്താൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അതിന്റെ ശിക്ഷ അവൻ കാണുന്നതാണ്. അവനിക്ക് തക്കതായ ശിക്ഷയുണ്ട്, അതവന് കാണുക തന്നെ ചെയ്യുമെന്നുള്ള ആയത്താണ്. അത് കേട്ടത് മുതല് ആർക്കാണ് ഭയപ്പാടുണ്ടായത്? ആർക്കാണ് ടെൻഷൻ ഉണ്ടായത്? ആർക്കാണ് പേടിയുണ്ടായത്? എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് ഈ അഹമ്മദ് എങ്ങനെ കടന്നു പോകും? ജീവിതത്തിൽ ഒരു ഖറാത്ത് പോലും ചെയ്യാത്ത മഹാമനീഷിയായ ശംസുൽ ഉലമയുടെ ഉസ്താദായ കണ്ണിയത്ത് ഉസ്താദ് എങ്ങനെയാണ് എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു പോകുന്നത്? അണുമണി തൂക്കം ഒരാൾ തെറ്റ് ചെയ്താൽ അള്ളാഹുവിന്റെ മുമ്പിൽ അതവൻ കാണുക തന്നെ ചെയ്യുമെന്നുള്ള ആയത്താണ് അവസാനിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നമുക്കിന്ന് തെറ്റുകൾ ചെയ്യാൻ യാതൊരു മടികളില്ല, ഹറാം ചെയ്യാൻ മടിയില്ലാത്ത കാലഘട്ടത്താണ്. ഈ ചരിത്രം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കേണ്ടത്. നമ്മുടെ നേതാവാരായിരുന്നു? നമ്മുടെ നേതാക്കൾ ആരായിരുന്നു? അവർ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച മഹാന്മാരായിരുന്നു. അതാണ് റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്. അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല മഹാനുഭാവന്റെ കൂടെ നാളെ പാരത്രിക ലോകത്ത് സ്വർഗീയ ആരാമത്തിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അതാണ് കണ്ണിയത്ത് ഉസ്താദ്. നോട്ടീസുകളൊക്കെ ഇങ്ങനെ കാണുന്നു നമ്മുടെ പുതിയ തലമുറക്ക്, കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ ആണ്ട് നേർച്ച എന്നൊക്കെ. ഈ സ്വാത്വികന്മാരായ മഹാന്മാർ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ
ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരായിരുന്നു. നിരവധി കറാമത്തുകളും ചരിത്രങ്ങളുമുണ്ട് പറയാൻ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ. അതോടൊപ്പം തന്നെ ശൈഖുന ശംസുൽ ഉലമാ. ആരാണ് ശംസുൽ ഉലമാ? ഔലിയാക്കന്മാരുടെ ഉസ്താദായിരുന്നുവല്ലോ. സാത്വികന്മാരായ നിരവധി പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഉസ്താദായിരുന്നുവല്ലോ മഹാനായ ശംസുൽ ഉലമാ. ഈ പേരെങ്ങനെയാണ് കിട്ടിയത്? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മീറ്റിംഗിലോ ഏതെങ്കിലും ഒരു യോഗത്തിലോ അവിടെ ഉണ്ടായിരുന്നവർ വിളിച്ച പേരല്ല. ശംസുൽ ഉലമയുടെ ഇൽമു മനസ്സിലാക്കിയ, ജ്ഞാനം മനസ്സിലാക്കിയ അറബി പണ്ഡിതന്മാര് പറഞ്ഞു, അത് കേരളത്തിന്റെ പണ്ഡിതനല്ല, അത് ഇന്ത്യയുടെ മാത്രം പണ്ഡിതനല്ല, പണ്ഡിതന്മാരുടെ സൂര്യ തേജസ്സാണ് ശംസുൽ ഉലമാ. മഹാനായ ശൈഖുന ശംസുൽ ഉലമാ കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാണ്. ശംസുൽ ഉലമയുടെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നുവല്ലോ. ഇന്ന് ഏറ്റവും വലിയ ഉത്തര മലബാറിലെ തീർത്ഥാടന കേന്ദ്രമായ CM മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനായ CM അങ്ങനെ നിരവധി മഹത്തുക്കളുടെ ശിഷ്യനാണ്, നിരവധി മഹത്തുക്കളുടെ ഉസ്താദാണ് ശംസുൽ ഉലമാ. ജീവിതത്തിൽ ഒരുപാട് കറാമത്തുകൾ കാണിച്ചു, ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചു. എന്തേ അല്ലുലമാ വറസാ, പണ്ഡിതന്മാരെന്നുള്ളത് അത് അമ്പിയാക്കളുടെ അനന്തരഗാമികളാണ്, അനന്തര അവകാശികളാണ്, ഒരുപാട് കഴിവുള്ള മഹാന്മാരാണ്. മഹാനായ ശംസുൽ ഉലമാ അടക്കമുള്ള സമസ്തയുടെ നേതാക്കന്മാരെ ശൈഖുന ശംസുൽ ഉലമയുടെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരന് ഇന്നും ജീവിച്ചിരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് എന്നുള്ള സ്ഥലത്തെ ആ ചെറുപ്പക്കാരനിക്ക് വയറുവേദന വന്നു. മഹാനായ ശംസുൽ ഉലമയില് എപ്പോഴും ശംസുൽ ഉലമായുടെ പേരിൽ ഫാത്തിഹ ഓതുന്ന അഭേദ്യമായ ആത്മീയമായ ബന്ധമുള്ള ചെറുപ്പക്കാരനായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമുക്കെന്ത് സങ്കടങ്ങൾ ഉണ്ടായാലും എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും ഫാത്തിഹ ഓതാൻ മറക്കല്ലേ. ശംസുൽ ഉലമയുടെ പേരില്, ശംസുൽ ഉലമയുടെ പേരില് ഫാത്തിഹ ഓതാൻ മറക്കല്ല ഉമ്മമാരെ. ഈ ചെറുപ്പക്കാരന്റെ വയറുവേദന കാണിച്ചപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് മുഴയുണ്ട്, ഓപ്പറേഷൻ അനിവാര്യമാണ്. ശംസുൽ ഉലമയോട് സങ്കടം പറഞ്ഞു. യാസീൻ ഓതി, ഫാത്തിഹ ഓതി ശംസുൽ ഉലമയിലേക്ക് അർപ്പിച്ചു. രാവിലെയാകുമ്പോൾ തന്റെ ബെഡ്ഷീറ്റുകളൊക്കെ രക്തത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. രാത്രി വന്ന് ഓപ്പറേഷൻ ചെയ്തു ശംസുൽ ഉലമാ. അതേപോലെ തന്നെ മഹാനായ മുത്തുപേട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ദാവൂദുൽ ഹക്കീം വലിയുള്ളാന്റെ നേതൃത്വത്തില് ആ ചെറുപ്പക്കാരന്റെ മുഴ നീക്കം ചെയ്തു. ബഹുമാനപ്പെട്ട അരിമ്ര ഉസ്താദ് അദ്ദേഹത്തിന്റെ മൗലീദ് കിതാബിൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, രാവിലെ വീട്ടിൽ ഉണർന്നപ്പോൾ വീട്ടുകാരോട് പറഞ്ഞു, അവർക്ക് അത്ഭുതമായി. ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ മുഴയില്ല, ഇനി ഓപ്പറേഷന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലും മരണശേഷവും ഇന്നും ഒരുപാട് കറാമത്തുകൾ കാണിക്കുന്ന, സമസ്തക്ക് എന്നും ആത്മീയമായ തണലേകുന്ന, ആത്മീയമായ സഹായം നൽകുന്ന മഹാനാണ് ശൈഖുന ശംസുൽ ഉലമാ. ആ മഹാന്മാര് കാണിച്ച വഴിയേതാണ്? അത് സുന്ദരമായ ഇസ്ലാമിന്റെ വഴിയാണ്. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയ ആദർശമുള്ള വഴിയാണ്. അത് സമസ്തയാണെന്ന് സമസ്തയ്ക്ക് ഒരിക്കലും യാതൊരു വക്രതയും സംഭവിച്ചിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നേതാക്കന്മാർ, അത് സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുകോയ തങ്ങളായാലും അത് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. എടുത്ത തീരുമാനങ്ങൾ അത് പിന്നീട് തെറ്റാണെന്നുള്ള ഒരു ധാരണ പോലും വന്നിട്ടില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് പറയുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമസ്ത എന്നുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ രൂപമാണ്. നമ്മുടെ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ ശിരസാ വഹിക്കേണ്ടത് അണികളായ നമ്മുടെ
ബാധ്യതയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആലിമീങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, സമസ്ത എടുക്കുന്ന തീരുമാനങ്ങൾ, മുഷാവറ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ആ കരങ്ങൾക്ക് ശക്തി പകരാൻ സമസ്തയുടെ ഓരോ പ്രവർത്തകരും ഏത് കൊടുങ്കാറ്റിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരുപക്ഷേ എടുക്കുന്ന തീരുമാനങ്ങൾ ഭൗതികമായി നമുക്ക് കയ്പുണ്ടായേക്കാം, ഒരുപക്ഷേ നമുക്ക് ഇഷ്ടമില്ലായ്മ വന്നേക്കാം. എന്നാലും അതേ മെല്ലെ മെല്ലെ കുറച്ച് കഴിയുമ്പോൾ ഇത് യഥാർത്ഥമാണ്, ഇത് സത്യമാണ്, ആ തീരുമാനം ശരിയായിരുന്നു എന്ന് പിന്നീടാണ് പലതും മനസ്സിലാകുന്നത്. അതുകൊണ്ട് പാറ പോലെ ഏത് കാറ്റിലും ആടി ഉലയാതെ പാറ പോലെ ഈ സംഘശക്തിക്ക് ആ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് സമസ്തയുടെ കൂടെ നിൽക്കുക, മഹാന്മാരുടെ പേരിൽ ഫാത്തിഹ ഓതുക, അതേപോലെ തന്നെ അവരെ സ്മരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല മരണം വരെ ഈ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് എന്ന സമസ്ത എന്ന പണ്ഡിത പ്രസ്ഥാനത്തിന്റെ കീഴിലായി ഖാദിമീങ്ങളായി പാറ പോലെ അടിയുറച്ചു നിൽക്കുവാനും പ്രവർത്തിക്കുവാനും സേവനം ചെയ്യുവാനും അവരെ സഹായിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ വാക്യം കൊണ്ട് ഈ അനുസ്മരണ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.